വിഷു കണി കണ്ടു അല്ലേ? രാവിലെ നേരത്തെ എനിക്ക് വിഷു കണി കണ്ടു. അപ്പൊ ഇതാണ് നമ്മുടെ കണി. അപ്പൊ എല്ലാവരും അല്ലേ, ഇതില് കൊറേ പോരായ്മകളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിൽ വെക്കല്ലേ. അതെ, ഗോഡിന്റെ ഒക്കെ വെച്ചു, അതൊക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സദ്യ, വിഷു സദ്യ കഴിക്കാൻ പോണം. അതിന് മുമ്പ് വിഷു കഞ്ഞി കുടിക്കണം. അങ്ങനത്തെ ഒരു അല്ല, അങ്ങനെയൊക്കെ ഉണ്ട് മോനെ, നേരത്തെ ഉണ്ട്. ഇപ്പൊ മോനെ ഒന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ വിഷു കഞ്ഞിയൊക്കെ ഉണ്ടാക്കണ്ടോ, നല്ല പച്ചരി കഞ്ഞി. പിന്നെ ഇപ്പൊ നമ്മള് കണിവെള്ളരൊക്കെ വെച്ചില്ലേ, അതും പുളിയവരൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല, നമ്മൾ പാലക്കാട് അതൊക്കെ ഉണ്ട്. സൂപ്പർ വിഷു ആയിരുന്നു അവിടെ. ഇനി അപ്പൊ അടുത്തത് സദ്യയാണ്. മോനാണ് സദ്യയൊക്കെ വിളമ്പാ നിൽക്കുന്നത് അല്ലേ? ഓക്കെ, സദ്യ വെള്ളം അങ്ങനെ സദ്യ ബിഗില് വെള്ളം. ഓക്കെ, കാണിച്ചു തരാം അല്ലേ? അത് കാണിച്ചു തരാം. ചോറ് കഴിക്കാൻ പോകുമ്പോ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ സദ്യയാണ്. നല്ല പൊന്നിയരി ചോറ്, സാമ്പാറ്, പപ്പടം, അവിയല്, കൂട്ടുകറി, ഒരു തോരനുണ്ട്, പിന്നെ ഇതാ പുളിയിഞ്ചി, അച്ചാറ്, പൈനാപ്പിൾ പച്ചടി, അടപ്രഥമൻ, മോര്, രസം എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ രാവിലെ എണീറ്റുണ്ടാക്കിയതാണ്. പറയണമെന്നൊക്കെ ഉണ്ട്. വിഷു ഞാൻ കള്ളം പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റന്റ് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. നമ്മുടെ കന്യാപ്പള്ളിയിലെ നക്ഷത്ര പരസ്യമൊന്നുമല്ല, നല്ല ഫുഡാണ് അതിൻ്റെ. അപ്പം നമ്മളിടയ്ക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ സദ്യ ആക്കി. നമ്മൾ 3 ആളിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞി വിഷു, ഒരു കുഞ്ഞി സദ്യ അല്ലേ മോനെ? പൊതുവെ ചിലപ്പോൾ ഓർഡർ ചെയ്തിട്ട് ചീത്ത പറയുന്നുണ്ടാവും എല്ലാവരും അല്ലേ? എനിക്ക് തീരെ താല്പര്യമില്ലാത്ത പരിപാടിയായിരുന്നു ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പോ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും അംഗീകരിച്ചില്ല. കാരണം നമ്മളൊക്കെ, ഞാനൊക്കെ കോഴിക്കോടാണ്, ഫ്രണ്ട്സിനോട് നേരത്തെ പോയിട്ടുണ്ട്. ഫുള്ള് പരിപാടിയായിരിക്കും വിഷു. ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്, പരിപാടിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഓൾമോസ്റ്റ് എല്ലാവരും, ആണുങ്ങളൊക്കെ പുറത്തു പോയിട്ട് അടിച്ചു പൊളിക്കും. വീട്ടിലെ സ്ത്രീകൾ ഇത്രയും ഭക്ഷണം, വീട്ടിലുള്ള സ്ത്രീകൾ ഇത്രയും ഭക്ഷണമൊക്കെ രാവിലെ നേരത്തെ അടിച്ച് അടുക്കളയൊക്കെ കിടന്നിട്ട് അത്രയും കഷ്ടപ്പെടണം. പിന്നെ അതിന്റെ പാത്രങ്ങൾ കഴുകാൻ ഡബിൾ പണിയാണ്. അപ്പോ ഒന്നില്ലെങ്കിൽ സദ്യ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും ഇല്ല, വീട്ടിലുള്ള എല്ലാവരും കൂടി നിന്ന് ഒരുമിച്ച് കഷ്ണമൊക്കെ മുറിച്ച് ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ മാത്രം ഒറ്റയ്ക്ക് അടുക്കളയിലാക്കരുത്. കാരണം അവർക്ക് വിഷു ഉണ്ട്, അവർക്ക് ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാത്തിനും സ്ത്രീകൾ ഫുൾ ടൈം അടുക്കളയിലാണ്. അതുകൊണ്ട് ചെറിയ പരിപാടി 160 രൂപയുള്ളൂ. സംഭവം ഭക്ഷണം ഓർഡർ ചെയ്ത് ഒക്കെ. പക്ഷെ ഇതാണ് നമ്മൾ അങ്ങനെയല്ല, ഇനി മാറി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി വരുന്നത്. കാരണം അല്ലെ സ്ത്രീകളെ മാത്രം ആക്കരുത് അല്ലേ? നമ്മൾ ആണുങ്ങൾ ഫുള്ള് പരിപാടി പറ്റും, സ്ത്രീകൾ അടുക്കള നിർത്തിട്ട് എന്ത് കാര്യമില്ല. പിന്നെ അവർക്ക് വിഷു വേണ്ടേ? ഓക്കെ, അപ്പൊ നമ്മുടെ വിഷു ഇന്നത്തെ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ നിങ്ങളുടെ വിഷു എങ്ങനെയൊക്കെയാന്നുള്ളത് ഓർഡർ ചെയ്തിട്ടാണോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത്, അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണം. കാരണം അതിന്റെ സത്യാവസ്ഥ ഒരുപാട് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പടക്കം പേടിയാണ്. കുറെ മേടിച്ചിട്ടുണ്ട്, കമ്പിത്തിരി മത്താവുകൊണ്ട് കുറെ സാധനം മേടിച്ചിട്ടുണ്ട്. രാത്രി പണി പൊടിയും. ഓക്കെ, ചെവി ഇതൊക്കെ അയക്കുന്ന അവൻ പൊട്ടിച്ചില്ല. അപ്പൊ നമ്മള് അടുത്ത വീഡിയോയില് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണാം. നിങ്ങളുടെ വിഷയം പറയണം. ബൈ.